ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ SCERT കേരളയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇത് നോക്കുക, അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ റെഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം എന്ന പ്രവർത്തനമാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അടിസ്ഥാന പാഠാവലി, കേരള പാഠാവലി, ഇംഗ്ലീഷ്, ഹിന്ദി ഇതിലൊക്കെ ആദ്യം വരാറുള്ളത് ഇതുപോലെ ഒരു കോംപ്രിഹെൻഷൻ സെക്ഷനാണ് വരാറുള്ളത്. അത് നമുക്ക് എന്തായാലും ഇതൊന്ന് വായിച്ചു നോക്കാം. നാടൻ പന്തുകളി. തുകൽ കൊണ്ട് ഉണ്ടാക്കിയ പന്ത് എണ്ണം പറഞ്ഞ് കൈകൊണ്ട് വെട്ടിയും കാൽ കൊണ്ട് അടിച്ചും കളിക്കുന്ന കളിയാണ് നാടൻ പന്തുകളി. പന്ത് എതിർ ടീമിന്റെ അതിർത്തിക്കപ്പുറത്തേക്ക് അടിച്ചു കളഞ്ഞാണ് എണ്ണം അഥവാ പോയിന്റ് നേടുന്നത്. നാട്ടിൻപുറത്തെ ഗ്രൗണ്ടുകളിലും കൊയ്ത്തു കഴിഞ്ഞ പാടത്തും നാട്ടുവഴികളിലും മറ്റുമായാണ് ഇത് കളിക്കുക. പ്രത്യേക ആകൃതിയിലുള്ള പന്താണ് ഈ കളിക്ക് ഉപയോഗിക്കുന്നത്. കുട്ടികൾ കളിക്കുമ്പോൾ പലപ്പോഴും തുണിപ്പന്താവും ഉപയോഗിക്കുക. നീളത്തിൽ കീറിയ തുണി വട്ടത്തിൽ ചുറ്റി ഓരോ ചുറ്റിലും റബ്ബർ പാലിൽ മുക്കി ഒട്ടിച്ചാണ് ഇതിനാവശ്യമായ പന്ത് തയ്യാർ ചെയ്യുന്നത്. നനവോടെ തന്നെ പന്ത് മൺതരികളിൽ ഇട്ടുരുട്ടി ബലം നൽകും. അതേസമയം മത്സരങ്ങളിലും മറ്റും രണ്ട് പകുതിയായി കൂട്ടിത്തെക്കുന്ന തോൽപന്താണ് ഉപയോഗിക്കുന്നത്. ഓലപ്പന്ത് ഉപയോഗിച്ച് കളിക്കുന്ന തലപ്പന്ത് കളിയിൽ നിന്നും വ്യത്യസ്തമാണ് ഈ കളി. ഓലപ്പന്തിനെ അപേക്ഷിച്ച് ഉറപ്പുള്ള പന്താണ് ഇതിൽ ഉപയോഗിക്കുന്നത്. കായികാധ്വാനവും അതിനേക്കാൾ ഏറും എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് നമുക്ക് തന്നിട്ടുള്ള പാരഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിലെ ചോദ്യങ്ങൾ നോക്കാം. നാടൻ പന്ത് കളിയുടെ കളി രീതിയാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? പന്ത് കൊണ്ട് വെട്ടിയും അതുപോലെ തന്നെ അടിച്ചും കളിക്കുന്നു, പന്ത് ഉയരത്തിൽ എറിഞ്ഞു കളിക്കുന്നു, പന്ത് ഒളിപ്പിച്ചു വെച്ച് കളിക്കുന്നു, പന്ത് തറയിൽ കറക്കി കളിക്കുന്നു. ഏതാണ് ശരിയായിട്ടുള്ളത്? പന്ത് കൈകൊണ്ട് വെട്ടിയും കാലുകൊണ്ട് അടിച്ചും കളിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി ബി ചോദ്യം നോക്കാം. നാടൻ പന്തുകളി സാധാരണ കാണുന്ന ഇടങ്ങൾ നാട്ടിൻപുറത്തെ ഗ്രൗണ്ടുകളിലും ടർഫുകളിലും കൊയ്ത്തൊഴിഞ്ഞ പാടത്തും നാട്ടുവഴികളിലും ടെന്നീസ് കോർട്ടുകളിലും ഇൻഡോർ സ്റ്റേഡിയങ്ങളിലും വീട്ടുമുറ്റങ്ങളിലും പുരയിടങ്ങളിലും. ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ്, കൊയ്ത്തൊഴിഞ്ഞ പാടത്തും നാട്ടുവഴികളിലും എന്നുള്ളതാണ്. ഇനി ഇതിലെ സി ചോദ്യം, നാടൻ പന്തുകളിൽ ഉപയോഗിക്കുന്ന പന്തുകളുടെ പ്രത്യേകതയാണ് ചോദിച്ചിട്ടുള്ളത്. പരമ്പരാഗതമായി ഉപയോഗിക്കുന്നു, സൂക്ഷ്മതയോടെ നിർമ്മിച്ചെടുക്കുന്നു, കടകളിൽ നിന്നും വാങ്ങുന്നു, വീടുകളിൽ നിന്നും ശേഖരിക്കുന്നു. ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ബി തന്നെയാണ്, സൂക്ഷ്മതയോടെ നിർമ്മിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. ഇനി ഡി, നാടൻ പന്തുകളിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. കൃത്യതയും കൂട്ടായ്മയും കായിക അധ്വാനവും ആവശ്യമുള്ള കളി, ധാരാളം പന്തുകൾ കൊണ്ട് കളിക്കുന്ന കളി, കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രത്യേകം കളിരീതികൾ ഉള്ള കളി, പന്തുകളി നിയമപരമായി അനുവദനീയമല്ല. ഇതിന് ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, കൃത്യതയും കൂട്ടായ്മയും കായികാധ്വാനവും ആവശ്യമുള്ള കളി എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലെ രണ്ടാമത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. കളി അനുഭവം എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്നത്. കായികമേളയിൽ വിജയിച്ച തകാഹാഷിയുടെയും പന്ത് കളിക്കാൻ എത്തിയ പെൺകുട്ടിയുടെയും അനുഭവങ്ങൾ നിങ്ങൾ പരിചയപ്പെട്ടില്ലേ? കളിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായ അനുഭവം കുറിപ്പായി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കളിയിൽ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, സ്കൂളിലായിക്കോട്ടെ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ആയിക്കോട്ടെ, എവിടെയെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. അതാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. അത് കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഇനി അടുത്തത്, ശരിയായ പ്രസ്താവന ഏത്? മൈതാനത്ത് പ്രകാശം പറയുന്നതാണ് നിയമം. പിടിക്കാവുന്ന 1-2 പന്തുകൾ ഞാൻ മനഃപൂർവ്വം വിട്ടുകളഞ്ഞു. എന്ത് പന്ത് വിട്ടുകളയാൻ കാരണമായി പരിഗണിക്കാവുന്ന പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പ്രകാശനാണ് പന്ത് കളിയുടെ നിയമം പറയുന്നത്. അതുപോലെ തന്നെ മഞ്ഞക്ക് പന്ത് കയറി കളിക്കാൻ ഇഷ്ടമാണ്. പന്ത് കളിയുടെ ഗോളിയാകാൻ മഞ്ഞക്ക് താല്പര്യമുണ്ട്. പന്ത് കളിക്ക് കൂട്ടുകാർ കുറവാണ്. ഇതിലെ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. 1 മാത്രം ശരി, 2 ശരി, 1 മാത്രം 2 ശരി, 2ഉം 3ഉം ശരി, 3ഉം 4ഉം ശരി, 1ഉം 4ഉം ശരി. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ്, 1 മാത്രം ശരി, 2 ശരി എന്നുള്ളതാണ്. ഇനി സി ചോദ്യം, കാര്യകാരണം പരിശോധിച്ച് യോജിച്ചവ കണ്ടെത്തുക. കാര്യം, ഒരു വീരനായകന്റെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് തകാഹാഷി സമ്മാനങ്ങൾ സ്വീകരിക്കാൻ എത്തിയത്. കാരണം എല്ലാത്തിനും ഒന്നാമതായതിനാൽ ധാരാളം സമ്മാനങ്ങൾ കിട്ടി. ഓപ്ഷൻ എ, കാര്യവും കാരണവും പൂർണ്ണമായി ശരി. ഓപ്ഷൻ ബി, കാര്യവും കാരണവും പൂർണ്ണമായി തെറ്റ്. ഓപ്ഷൻ സി, കാര്യം ശരി കാരണം തെറ്റ്. ഓപ്ഷൻ ഡി, കാര്യം തെറ്റ് കാരണം ശരി. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? കാര്യവും കാരണവും പൂർണ്ണമായി ശരി എന്നുള്ള ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്തത് ഡയറി കുറിപ്പാണ്.
കായികമേളയിൽ ഒന്നാമത് എത്തിയ തകാഹാഷിയെ ഓർക്കുന്നില്ലേ? ധാരാളം സമ്മാനങ്ങളും മത്സരങ്ങളിൽ നിന്ന് അവന് കിട്ടി. തകാഹാഷി കായികമേളയിൽ സമ്മാനം കിട്ടിയ ദിവസം എഴുതാനിടയുള്ള ഡയറി കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡയറി കുറിപ്പിൽ എന്തൊക്കെ വേണം? തീയതി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഡേറ്റും ഉണ്ടായിരിക്കണം, അല്ലെ? ദിവസവും ഉണ്ടായിരിക്കണം, തീയതിയും ഉണ്ടായിരിക്കണം. ഇന്ന് സ്കൂളിൽ നടന്ന കായികമേള വളരെ പ്രത്യേകമായിരുന്നു. എല്ലാ ഇനങ്ങളിലും തകാഹാഷി ഒന്നാമതെത്തിയത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. മറ്റുള്ളവർ കരിമീൻ തടിയന്റെ വയറ്റിൽ വഴിതെറ്റുമ്പോഴും അസംബ്ലി മന്ദിരത്തിലെ പടവുകളിൽ പാടുപെടുമ്പോഴും തകാഹാഷി അത്ഭുതകരമായ വേഗത്തിൽ മുന്നേറി. സമ്മാന വിതരണ സമയത്ത് അവൻ ഒരു വീരനായകന്റെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും വേദിയിലേക്ക് കയറുകയായിരുന്നു. ഒരു പിന്നാലെ ഒന്നായി സമ്മാനങ്ങൾ അവന് ലഭിച്ചു. ഒന്നാം സമ്മാനമായി നാട്ടുചേന, മത്തങ്ങ, രണ്ടാമത്തെ സമ്മാനമായി ഉരുളക്കിഴങ്ങ്, മൂന്നാമത്തെ സമ്മാനമായി ചീര, എല്ലാം അവന്റെ കൈകളിൽ നിറഞ്ഞു. ഞങ്ങൾ എല്ലാവരും അവനെ നോക്കി വിസ്മയിച്ചു. തോറ്റതിൽ അല്പം വിഷമം തോന്നിയെങ്കിലും തകാഹാഷിയുടെ വിജയത്തിന് വലിയൊരു അഭിമാനവും സന്തോഷവും തോന്നി. ഇന്ന് കായികമേള എൻ്റെ മനസ്സിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിനമായി മാറി. ഓക്കെ, അപ്പൊ ഇങ്ങനെയായിരിക്കും ആ ഒരു ഡയറി എഴുതുന്നത്. 4 താരതമ്യക്കുറിപ്പ് അല്ലെങ്കിൽ അഭിപ്രായക്കുറിപ്പ് എന്നുള്ളതാണ്. 4 താരതമ്യക്കുറിപ്പാണ്. എൻ്റെ അമ്മ ആഗ്രഹിച്ചത് അമ്മ നേടിയെടുത്തു. സുമംഗലയ്ക്കും അതിനൊക്കെ കഴിയേണ്ടതാണ്. ഇഷ്ടപ്പെടുന്നത് ചെയ്യാൻ പരിശ്രമിക്കുന്ന അമ്മയുടെയും സുമംഗലയുടെയും സാഹചര്യങ്ങൾ വിലയിരുത്തി താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഉണ്ട്, നമുക്ക് എല്ലാത്തിൻ്റെയും ആൻസർ നമുക്കൊന്ന് നോക്കാം. കഥയിലെ നായകന്റെ അമ്മയ്ക്കും സുമംഗലയ്ക്കും തമ്മിൽ ഒരുപോലെയുള്ള അനുഭവങ്ങൾ കാണാം. അമ്മയ്ക്ക് പത്രപ്രവർത്തകയാകണമെന്ന വലിയ ആഗ്രഹമുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് പത്രപ്രവർത്തനം വഴങ്ങില്ല എന്ന് പലരും പറഞ്ഞിട്ടും അവൾ അതൊന്നും വകവെക്കാതെ തന്റെ ലക്ഷ്യത്തിലേക്ക് ശ്രമിച്ചു. അച്ഛന്റെ പിന്തുണയും സ്വന്തം ആത്മവിശ്വാസവും കൊണ്ട് അമ്മ തന്റെ സ്വപ്നം സ്വന്തമാക്കി. അതുപോലെ തന്നെ സുമംഗലയ്ക്കും ഫുട്ബോൾ കളിക്കണമെന്ന വലിയ മോഹമുണ്ടായിരുന്നു. എന്നാൽ പ്രകാശനും കൂട്ടുകാരും പെൺകുട്ടികൾക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവളെ പരിഹസിച്ചു. എങ്കിലും സുമംഗല നിരാശപ്പെടാതെ വീണ്ടും വീണ്ടും മൈതാനത്ത് എത്തി തന്റെ ആഗ്രഹം നടപ്പാക്കാൻ ശ്രമിച്ചു. അമ്മയും സുമംഗലയും നേരിട്ടത് സ്ത്രീകൾക്ക് വഴങ്ങില്ലെന്ന സമൂഹ ധാരണയായിരുന്നു. അമ്മ തന്റെ ആഗ്രഹം നേടിയെടുത്തു. സുമംഗലയ്ക്കും അതിനൊക്കെ കഴിയുമെന്ന ആത്മവിശ്വാസം കഥ നമ്മിൽ ജനിപ്പിക്കുന്നു. അപ്പൊ ഈ രീതിയിൽ വേണം നിങ്ങൾക്ക് അവിടെ ഒരു താരതമ്യ കുറിപ്പ്, രണ്ടുപേരുടെയും അവസ്ഥ എന്താണോ അല്ലെങ്കിൽ ആഗ്രഹം എന്താണോ എന്നുള്ളതാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. ഇനി അടുത്തത് ഇതിലെ അഭിപ്രായക്കുറിപ്പാണ്. മൈതാനത്ത് ഫുട്ബോൾ കളിക്കാൻ വന്ന സുമംഗല നേരിട്ടത് സന്തോഷകരമായ അനുഭവമല്ലെന്ന് നിങ്ങൾക്കറിയാം. വീട്ടിലും പൊതു ഇടങ്ങളിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യതയാണ് വേണ്ടത്. അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? തുല്യത വേണം എന്ന രീതിയിൽ എഴുതാമല്ലേ. മൈതാനത്ത് ഫുട്ബോൾ കളിക്കാൻ എത്തിയ സുമംഗല നേരിട്ടത് അവളെ നിരാശപ്പെടുത്തുന്ന അനുഭവമായിരുന്നു. പെൺകുട്ടികൾക്ക് ഫുട്ബോൾ കളിക്കാനാവില്ലെന്ന് പറഞ്ഞ് പ്രകാശനും കൂട്ടുകാരും അവളെ പരിഹസിച്ചു. എന്നാൽ യാഥാർത്ഥ്യം അങ്ങനെയല്ല. കളി, പഠനം, തൊഴിൽ, വിനോദം എന്നിവയിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ അവകാശമുണ്ട്. വീട്ടിലും സ്കൂളിലും പൊതു ഇടങ്ങളിലും എല്ലാവരോടും തുല്യത പുലർത്തണം. പെൺകുട്ടികളെ അവഗണിക്കുന്നത് നീതിയല്ല. അവർക്കും കഴിവ് തെളിയിക്കാനും വിജയിക്കാനും പൂർണ്ണ അവകാശമുണ്ട്. കുട്ടികളെ തമ്മിൽ വേർതിരിച്ചു കാണാതെ തുല്യമായി പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് സമൂഹം മുന്നോട്ട് പോവുക എന്ന രീതിയിൽ വേണം നമ്മൾ എഴുതാൻ. അപ്പൊ സമൂഹത്തിന്റെ ഉയർച്ച എത്രത്തോളം വേണമെന്നും നിങ്ങളുടെ അഭിപ്രായം തുല്യത വേണോ എങ്ങനെയാണെന്നുള്ളതും കൂടെ നിങ്ങൾക്ക് ഇതിൽ എഴുതാവുന്ന കാര്യം തന്നെയാണ്. 5ാമത്തത് പോസ്റ്റർ അല്ലെങ്കിൽ നോട്ടീസ് ആണ്. 5A പോസ്റ്റർ ആണ് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. സ്കൂൾ കായിക ക്ലബിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വനിതാ ഫുട്ബോൾ മത്സരത്തിന്റെ പോസ്റ്റർ തയ്യാറാക്കിയാലോ? തലക്കെട്ട്, തീയതി, പശ്ചാത്തല ചിത്രം എന്നിവ ഉൾപ്പെടുത്തണമെന്നാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കണം. അപ്പോൾ സ്കൂൾ കായികമേള 2025, നമ്മുടെ സ്കൂളിലെ വാർഷിക കായികമേള 2025 ഒക്ടോബർ 15 രാവിലെ 10 മണിക്ക് സ്കൂൾ മൈതാനിയിൽ നടക്കുന്നതാണ്. ഉദ്ഘാടനം സ്കൂൾ പ്രിൻസിപ്പൽ, പ്രധാന അതിഥി, പേരെന്തെങ്കിലും എഴുതി കൊടുക്കുക. മത്സര ഇനങ്ങൾ ഓട്ട മത്സരം, വടംവലി, ഫുട്ബോൾ മത്സരങ്ങൾ. സമ്മാനദാനം വൈകുന്നേരം 4:30 സ്കൂൾ മാനേജർ വിതരണം ചെയ്യും. എല്ലാ വിദ്യാർത്ഥികളും പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു എന്ന രീതിയിൽ നമുക്ക് ഒരു ചെറിയ പോസ്റ്റർ തയ്യാറാക്കി അവതരിപ്പിക്കാവുന്നതാണ്. ഇനി ഇതിൽ അടുത്തതെന്ന് പറയുന്നത് നോട്ടീസാണ്. ടോമോയിലെ രസകരമായ കായികമേള പരിചയപ്പെട്ടല്ലോ. നിങ്ങളുടെ വിദ്യാലയത്തിലെ കായികമേളയുടെ നോട്ടീസ് തയ്യാറാക്കാം. ഉദ്ഘാടനം, അതിഥികൾ, മത്സര ഇനങ്ങൾ, സമ്മാനദാനം എന്നിവ ഉൾപ്പെടുത്തണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോസ്റ്റർ പോലെ തന്നെയാണ്, പക്ഷെ ഒന്നും കൂടെ കുറച്ച് എഴുതണം എന്ന് മാത്രം. അത് കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക. അടുത്തത് തത്സമയ വിവരണമാണ്.
കളിക്കാരുടെ വേഗതയും കാണികളുടെ ആരവവും പങ്കുവെക്കുന്ന കളിയുടെ വിവരണം ആവേശകരമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മത്സരത്തിന്റെ തത്സമയ വിവരണം തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് തത്സമയ വിവരണം നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് തയ്യാറാക്കി നോക്കാം. ഇപ്പോൾ പ്രിയ ദർശകരെ, ഇപ്പോൾ സ്കൂൾ മൈതാനത്ത് ആവേശകരമായ ഓട്ടമത്സരം പുരോഗമിക്കുന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് പുറപ്പെട്ട കുട്ടികൾ എല്ലാവരും മുഴുവൻ ശക്തിയും ചെലവഴിച്ചാണ് ഓടുന്നത്. നോക്കൂ, മുന്നിലേക്ക് കടന്നു വരുന്നത് നമുക്ക് സുപരിചിതനായ അനൂപാണ്. അവന്റെ കാൽവെപ്പുകൾ മിന്നൽ വേഗം പോലെയാണ്. പിന്നിൽ സുഹൃത്ത് അജയ് ശക്തമായി പിന്തുടരുന്നു. പ്രേക്ഷക വേദിയിൽ നിന്ന് ആവേശനാദം ഉയരുന്നു. വാ വാ അനൂപേ മുന്നോട്ട്. കുട്ടികൾ കയ്യടി കൊടുക്കുന്നു. മാസ്റ്റർ പോലും എഴുന്നേറ്റ് ആവേശം പങ്കുവെക്കുന്നു. അവസാനത്തെ കുറച്ച് മീറ്റർ മാത്രം ബാക്കി. അനൂപ് മുഴുവൻ കരുത്തും ഉപയോഗിച്ച് മുന്നോട്ട് ചാടുന്നു. അജയ് കൂടി പിന്നിൽ നിന്നും വേഗം കൂട്ടുന്നു. പക്ഷേ ഫിനിഷിംഗ് ലൈനിൽ ആദ്യം കടന്നത് അനൂപ് തന്നെയാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു തത്സമയ വിവരണം തയ്യാറാക്കാവുന്നതാണ്. അപ്പം ഇത്രയുമാണ് ഈ ഒരു ചോദ്യപേപ്പർ എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ബാക്കി ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നിങ്ങൾ റെഫർ ചെയ്യുക. എല്ലാവർക്കും നല്ല സ്കോർ തന്നെ കിട്ടട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.